നമസ്കാരം. പ്രവാസി ചാനൽ മലയാളി.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. എഡ്മിന്റൺ മലയാളി ലയൺസ് ക്ലബ്ബ് രൂപീകരിച്ചു. ആദ്യത്തെ മലയാളി ലയൺസ് ക്ലബ്ബ്. ജ്ഞാനായ കത്തോലിക്ക അസോസിയേഷൻ ഓഫ് മാനിറ്റോബ ഉദ്ഘാടനം നടത്തി. KHNA നേതൃത്വത്തിലേക്ക് ടി ഉണ്ണികൃഷ്ണൻ ടീം തകർപ്പൻ വിജയം നേടി. രാജ്മോഹൻ ഉണ്ണിത്താന് ഷിക്കാഗോ IOC സ്വീകരണം നൽകുന്നു. US പൗരത്വം നേടാൻ നല്ല പെരുമാറ്റം വ്യവസ്ഥയാക്കി ട്രംപ് ഭരണകൂടം. വാർത്തകൾ വിശദമായി. കാനഡയിലെ ആദ്യത്തെ മലയാളി ലയൺസ് ക്ലബ്ബായ എഡ്മിന്റൺ മലയാളി ലയൺസ് ക്ലബ്ബ് രൂപീകരിച്ചു. വടക്കേ അമേരിക്കയിലെ തന്നെ ആദ്യത്തെ മലയാളി ലയൺസ് ക്ലബ്ബാണിത്. ക്ലബിന്റെ പ്രസിഡന്റായി സോവറിൻ ജോണിനെയും സെക്രട്ടറിയായി അനൂപ് അബ്രഹാമിനെയും ട്രഷററായി ആൽബിൻ ജോർജിനെയും മെമ്പർഷിപ്പ് ചെയർമാനായി റോമി ജോർജിനെയും തിരഞ്ഞെടുത്തു. എഡ്മിന്റൺ ചൈനീസ് ലയൺസ് ക്ലബ്ബാണ് മലയാളി ലയൺസ് ക്ലബിന്റെ സ്പോൺസർ. ഡിസ്ട്രിക്ട് C1 ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ തോമസ് വർഗീസ്, മുൻ കൗൺസിൽ ചെയർമാൻ ടോം ഹോഡ്സൺ, ബാർബ് റെയ്ലി, ജാക്ക് റെയ്ലി, LCI ഓഫീസ് സ്റ്റാഫ് എന്നിവർ ക്ലബിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകി. അതോടൊപ്പം കേരളത്തിലെ VPM ഡയമണ്ട് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സാം ജോസഫ്, മുൻ പ്രസിഡന്റ് എൽദോസ് C. ഐബ് എന്നിവർ മാർഗനിർദ്ദേശം നൽകി. ക്ലബിന്റെ ചാർട്ടർ നൈറ്റ് വിപുലമായ രീതിയിൽ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി ക്ലബ്ബ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി. കാനഡയിലെ മാനിറ്റോബ പ്രവിശ്യയിലെ ജ്ഞാനായ കത്തോലിക്ക അൽമായരുടെ കൂട്ടായ്മയായ ജ്ഞാനായ കത്തോലിക്ക അസോസിയേഷൻ ഓഫ് മാനിറ്റോബയുടെ ഔപചാരികമായ ഉദ്ഘാടനവും നോർത്ത് അമേരിക്കയിലെ ജ്ഞാനായ സംഘടനകളുടെ കൂട്ടായ്മയായ KCCNAയിൽ അംഗത്വം ലഭിച്ചതിന്റെ ഉദ്ഘാടനവും സംയുക്തമായി നടത്തപ്പെട്ടു. വിന്നിപെഗിലെ സെന്റ് ആൻഡ്രൂസ് റിവർ ഹൈറ്റ്സ് പള്ളിയുടെ ഹാളിൽ പൊതുസമ്മേളനത്തോടു കൂടിയാണ് ഉദ്ഘാടന പരിപാടികൾ ആരംഭിച്ചത്. സമ്മേളനത്തിൽ KCCNAയുടെ മുൻ പ്രസിഡന്റ് ഷാജി എടാട്ട് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. KCAM പ്രസിഡന്റ് ബിജി കൈപ്പാറേട്ട് അധ്യക്ഷത വഹിച്ചു. KCAM ട്രഷററും പരിപാടിയുടെ പ്രധാന സ്പോൺസറും കൂടിയായ തോമസ് കുട്ടി കുപ്പേനാനിക്കൽ സ്വാഗതം പറഞ്ഞു. സമ്മേളനത്തിന് കാൽഗറി ജ്ഞാനായ അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് മുണ്ടക്കൽ, KCCNA അഡ്വൈസറി കമ്മിറ്റി മെമ്പർ സെലിൻ ശരത് എന്നിവർ ആശംസകൾ നേർന്നു. സമ്മേളനത്തിന് KCAM എക്സിക്യൂട്ടീവിനെ പ്രതിനിധീകരിച്ച് ജെറിൻ പടുക്കാച്ചിയിൽ നന്ദി പറഞ്ഞു. കാൽഗറി ജ്ഞാനായ അസോസിയേഷനെ പ്രതിനിധീകരിച്ച് 14 പേർ ഈ യോഗത്തിൽ സംബന്ധിച്ചു. പ്രസ്തുത സമ്മേളനത്തിൽ KCAMന്റെ പുതിയ ലോഗോയുടെ പ്രകാശന കർമ്മവും ഷാജി എടാട്ട് നിർവഹിച്ചു. ഏതാനും കുടുംബങ്ങൾ തുടങ്ങിയ ഈ കൂട്ടായ്മ ഇന്ന് 40ഓളം കുടുംബങ്ങളും 100ഓളം അംഗങ്ങളുമായി എത്തി നിൽക്കുന്നു. KCAMലെ കുട്ടികൾക്കും യുവാക്കൾക്കുമായി നടത്തിയ മത്സരത്തിൽ നിന്നും എഡ്വിൻ ജിജു നന്ദിക്കാട്ട വിഭാവനം ചെയ്ത ലോഗോയാണ് KCAMന്റെ ഔദ്യോഗിക ലോഗോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. സമ്മേളനത്തിന് ശേഷം KCAMലെ 70ഓളം കലാകാരന്മാർ അണിനിരന്ന 1.5 മണിക്കൂർ നീണ്ടുനിന്ന കലാസന്ധ്യ ചടങ്ങിനെ മോടികൂട്ടി. മാർഗം കളിയും പുരാതന പാട്ടും ചെണ്ടമേളവും ചേർന്നപ്പോൾ സദസ്സിന് മറക്കാനാവാത്ത ഒരു അനുഭവമാണ് പകർന്നു നൽകിയത്. ഉദ്ഘാടന സമ്മേളനത്തിന് പ്രസിഡന്റ് ബിജി കൈപ്പാറേട്ട്, സെക്രട്ടറി റോണി കൊച്ചേരിൽ, വൈസ് പ്രസിഡന്റ് ജിജു നന്ദിക്കാട്ട്, ട്രഷറർ തോമസ് കുട്ടി കുപ്പേനാനിക്കൽ, ഭാരവാഹികളായ ജെറിൻ കുഴിപ്പറമ്പിൽ, ബിഫി ആൽവിൻ തലക്കൽ, ജെറിൻ പടുക്കാച്ചിയിൽ എന്നിവരോടൊപ്പം ജോണി കേളച്ചൻ കുന്നേൽ, മേരി ജോസഫ് കുഴിപ്പറമ്പിൽ, ജോബി കളത്തൂപ്പറമ്പിൽ, സ്റ്റീഫൻ കൈപ്പാറേട്ട്, സിലി ജിജു നന്ദിക്കാട്ട് എന്നിവർ വിവിധ കമ്മിറ്റികൾക്ക് നേതൃത്വം നൽകി. കാനഡയിലെ തന്നെ ആദ്യകാല ജ്ഞാനായ കുടിയേറ്റക്കാർ വന്ന വിന്നിപെഗിൽ ജ്ഞാനായക്കാർക്കായി ഒരു കൂട്ടായ്മ എന്ന ആശയം ജ്ഞാകൂട്ട് എന്ന പേരിൽ 10 വർഷത്തിലധികമായി സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി. സനാതനധർമ്മത്തിന്റെ പതാകവാഹകരായി 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയെ അടുത്ത 2 വർഷം ടി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ടീം നയിക്കും. അത്യന്തം വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി ടി ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറിയായി സിനു നായർ, ട്രഷററായി അശോക് മേനോൻ, വൈസ് പ്രസിഡന്റായി സഞ്ജീവ് കുമാർ, ജോയിന്റ് സെക്രട്ടറിയായി ശ്രീകുമാർ ഹരിലാൽ, ജോയിന്റ് ട്രഷററായി അപ്പുക്കുട്ടൻ പിള്ള എന്നിവർ തകർപ്പൻ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. ചൊവ്വാഴ്ച നടക്കുന്ന ബാങ്ക്വറ്റിൽ പുതിയ ഭാരവാഹികൾ സ്ഥാനമേൽക്കും. വോട്ട് നില ആകെ 618.
ഒരു വ്യാഴവട്ടത്തിലേറെ ഇടവേളയ്ക്ക് ശേഷം അമേരിക്കൻ മലയാളികളുടെ സ്വപ്നഭൂമിയായ ഫ്ലോറിഡയിലേക്ക് KHNA സാരഥ്യവും കൺവെൻഷനും മടങ്ങിയെത്തുമ്പോൾ യുവാക്കളാണ് നായകസ്ഥാനത്ത് വന്നവരിൽ മിക്കവരുമെന്നതാണ് ഏറെ ശ്രദ്ധ ആകർഷിക്കുന്നത്. നിയുക്ത പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അടക്കം എല്ലാവരും വിവിധ സംഘടനകളിൽ പ്രവർത്തിച്ച് മികച്ച അനുഭവ സമ്പത്തുമായാണ് സംഘടനയെ നയിക്കാനെത്തുന്നത്. ഫിലാഡൽഫിയയിൽ നിന്നും ജനറൽ സെക്രട്ടറിയായി വരുന്ന സിനു നായർ 2017-19 കാലഘട്ടത്തിൽ KHNA വിമൻസ് ഫോറം ചെയർ, 2018-ലും 2019-ലും ഗ്രേറ്റർ ഫിലാഡൽഫിയ നായർ സൊസൈറ്റി പ്രസിഡന്റ്, 2019-ൽ NSS ONA വൈസ് പ്രസിഡന്റ്, വേൾഡ് മലയാളി കൗൺസിൽ പെൻസിൽവാനിയ പ്രൊവിൻസ് പ്രസിഡന്റ്, ഇപ്പോൾ ചെയർപേഴ്സണായി പ്രവർത്തിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതാ നേതാവാണ്. ഇപ്പോൾ KHNA വിരാട് 2025 കൺവെൻഷൻ കോ-ചെയറാണ്. KHNA മുൻ ഓഡിറ്ററും നിലവിൽ ഡയറക്ടർ ബോർഡ് അംഗവും ഒർലൻഡോ ഹൈന്ദവ സംഘടനാ രംഗത്തെ ആദരണീയ സാന്നിധ്യവുമാണ് നിയുക്ത ട്രഷറർ അശോക് മേനോൻ. സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റാണ് അദ്ദേഹം. 2012-ൽ ആരംഭിച്ച ഒർലൻഡോ ഹിന്ദു മലയാളി ഓം സ്ഥാപക അംഗങ്ങളിൽ ഒരാളായ അശോക് മേനോൻ ഒർലൻഡോ അമ്പലത്തിന്റെ ജോയിന്റ് ട്രഷററായും അമ്പലത്തിലെ അയ്യപ്പ പ്രതിഷ്ഠ കോർ കമ്മിറ്റിയിലും പ്രവർത്തിച്ചു വരുന്നതോടൊപ്പം ടാബ അയ്യപ്പക്ഷേത്രത്തിന്റെ അക്കൗണ്ടിംഗ് സഹായിയുമാണ്. KHNA സൗത്ത് ഈസ്റ്റ് റീജിയൺ കൺവീനറായിരുന്നു. ഒർലൻഡോ മലയാളി അസോസിയേഷന്റെ സ്ഥാപക മെമ്പറും മുൻ പ്രസിഡന്റുമാണ്. നിയുക്ത വൈസ് പ്രസിഡന്റ് സഞ്ജീവ് കുമാർ കേരള ഹിന്ദുസ് ഓഫ് ന്യൂജേഴ്സിയുടെ മുന്നണി പ്രവർത്തകനും 2019 മുതൽ 2023 വരെ പ്രസിഡന്റും 2019 KHNA ന്യൂജേഴ്സി ഗ്ലോബൽ ഹിന്ദു സംഗമ വൈസ് ചെയറും ഇപ്പോഴത്തെ KHNA കൺവെൻഷൻ രജിസ്ട്രേഷൻ ചെയറുമാണ്. കൂടാതെ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ മലയാളി സംഘടനകളിലൊന്നായ കാഞ്ചിന്റെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. IT പ്രൊഫഷണലാണ്. നിയുക്ത ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാർ ഹരിലാൽ 2013 KHNA മയാമി നാഷണൽ കൺവെൻഷൻ രജിസ്ട്രേഷൻ ചെയർമാൻ, കേരള ഹിന്ദുസ് ഓഫ് സൗത്ത് ഫ്ലോറിഡ പ്രസിഡന്റ്, 2015 ഡാളസ് കൺവെൻഷൻ മേഖല കോ-ചെയർ, 2025 KHNA റീജിയണൽ ശുഭാരംഭം കോർ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ടായി ന്യൂയോർക്കിലെ മലയാളി സംഘടനാ രംഗത്തെ സജീവ സാന്നിധ്യമാണ് നിയുക്ത ജോയിന്റ് ട്രഷറർ അപ്പുക്കുട്ടൻ പിള്ള. ഫൊക്കാനയുടെ വിവിധ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം ന്യൂയോർക്കിലെ ആദ്യകാല ഹൈന്ദവ കൂട്ടായ്മകളിലൊന്നായ NBA-യുടെയും കേരള കൾച്ചറൽ അസോസിയേഷന്റെയും സ്ഥാപകാംഗങ്ങളിൽ ഒരാളും NBA-യുടെ മുൻ പ്രസിഡന്റുമാണ്. 50 വർഷമായി ഓണാഘോഷത്തിൽ മാവേലിയായി വേഷമിട്ട് ഗിന്നസ് റെക്കോർഡിലേക്കുള്ള നേട്ടത്തിലാണ് അദ്ദേഹം. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഷിക്കാഗോ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ MP രാജ്മോഹൻ ഉണ്ണിത്താന് സ്വീകരണം നൽകും. ഓഗസ്റ്റ് 20 ബുധനാഴ്ച വൈകുന്നേരം 5:30 ഈസ്റ്റ് റാൻഡ് റോഡ് മൗണ്ട് പ്രോസ്പെക്റ്റിൽ വെച്ചാണ് സ്വീകരണ സമ്മേളനം നടത്തപ്പെടുന്നത്. കേരളത്തിലെയും ഇന്ത്യയിലെയും സമകാലീന രാഷ്ട്രീയ വിശകലനങ്ങളും ചരിത്രങ്ങളും ചിട്ടയായി അവതരിപ്പിക്കുവാൻ കഴിവുള്ള നേതാവാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ഭാരതം നേരിടുന്ന വെല്ലുവിളികളെപ്പറ്റി സമഗ്രമായി അവതരിപ്പിക്കുവാൻ കഴിവുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കുവാൻ ഷിക്കാഗോയിലെ എല്ലാ മലയാളികളെയും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് സാദരം ക്ഷണിക്കുന്നു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. പൗരത്വം തേടുന്ന വിദേശീയർ പുതിയ വ്യവസ്ഥ നേരിടുന്നു. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പ്രഖ്യാപിച്ച ചട്ടമനുസരിച്ച് ഇനി നല്ല പെരുമാറ്റം എന്ന വിലയിരുത്തൽ കൂടി കഴിഞ്ഞിട്ട് മാത്രമേ പൗരത്വം തീരുമാനിക്കൂ. നാച്ചുറലൈസേഷൻ അപേക്ഷിക്കുന്നവർ GMC തെളിയിക്കണം. സാമൂഹ്യ മര്യാദകൾ പാലിക്കുന്നുണ്ടോ, GMC കാണിക്കുന്ന പോസിറ്റീവ് സംഭാവനകൾ നൽകിയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുമെന്നും ഓഗസ്റ്റ് 15 പുറത്തുവന്ന നയപ്രഖ്യാപനത്തിൽ പറയുന്നു. കൊലപാതകം, പീഡനം, വംശഹത്യ എന്നിങ്ങനെയുള്ള അതീവ ഗൗരവമായ ഫെരണികൾ അയോഗ്യതയ്ക്ക് ഉറപ്പായും കാരണമാകും. മറ്റ് കേസുകളിൽ പുനരധിവാസം, പരിഷ്കരണം എന്നിവയും പരിഗണിക്കും. 2024 സാമ്പത്തിക വർഷത്തിൽ 8,18,000 വിദേശീയർ US പൗരത്വം നേടി. അതിൽ മുൻപിൽ മെക്സിക്കൻ വംശജരായിരുന്നു 1,07,000 അഥവാ 13%. ഇന്ത്യക്കാരാണ് രണ്ടാമത്തേത് 49,000 അതായത് 6%. സാമൂഹ്യ സേവനം, ചുമതലകൾ, വിദ്യാഭ്യാസ നേട്ടങ്ങൾ, ഭദ്രമായ തൊഴിൽ ചരിത്രം, US-ൽ നിയമാനുസൃതം ദീർഘകാലം കഴിഞ്ഞതിൻ്റെ റെക്കോർഡ്, നികുതി കൃത്യമായി നൽകിയത്, സാമ്പത്തിക ഉത്തരവാദിത്വം എന്നിവ മുൻഗണന നൽകുന്ന ഘടകങ്ങളാണ്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.